IB ഉദ്യോഗസ്ഥ മേഘ തിരുവനന്തപുരം പേട്ടയിലെ ട്രെയിൻ ഇടിച്ചു മരിച്ചു. IBയിലെ ഉദ്യോഗസ്ഥയായ മേഘയ്ക്ക് 24 വയസ്സ് പ്രായമുള്ളൂ. ചെറുപ്പക്കാരിയാണ്, ഏക മകളാണ്. ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രിൻസിപ്പൽ മധുസൂദനൻ്റെയും പാലക്കാട് കളക്ടറേറ്റിലെ നിഷയുടെയും ഏക മകളാണ്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലുള്ള ആ വിജനമായ സ്ഥലത്ത് ഓൾ സയൻസ് കഴിഞ്ഞ് പേട്ടയിലേക്ക് വരുന്ന അവിടം സ്ഥിരമായി ആ ഏരിയ വിജനമാണ്. അവിടെ തന്നെ പലരും ആത്മഹത്യ ചെയ്ത സ്ഥലങ്ങളും അവിടെയാണ്. അതേ സ്ഥലത്ത് വെച്ച് ആണ് മേഘ ആത്മഹത്യ ചെയ്തത്. ലോക്കോ പൈലറ്റ് ആ ട്രെയിനിലെ ആള് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതൊരു സൂയിസൈഡാണ്, ആക്സിഡൻ്റൽ ഡെത്ത് അല്ല. ഒരു സൂയിസൈഡൽ ഏരിയ ആണ് ആ പറഞ്ഞ സ്ഥലങ്ങൾ. അവിടെ ആ ലോക്കോ പൈലറ്റ് ജയന്തി ജനതയുടെ ആള് വെളുപ്പിനെ ഒരു കുട്ടി ഫോൺ സംസാരിച്ച് റെയിൽവേ പാളത്തൂടെ നടക്കുന്ന ദൂരം എന്ന് അവർ കണ്ടു. ട്രെയിൻ അടുത്ത് വന്നപ്പം പാളത്തിലേക്ക് തല വെച്ചു. അതാണ് ലോക്കോ പൈലറ്റിൻ്റെ മൊഴി. അപ്പോൾ അതൊരു ആക്സിഡൻ്റ് അല്ല, അതൊരു ആത്മഹത്യയാണ്. അതുവരെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരോടാണ് അവസാനമായി സംസാരിച്ചതെന്ന് പോലീസ് ഏതായാലും കണ്ടെത്തുമെന്ന് തോന്നുന്നു. ഇവരെ പെട്ടെന്ന് തന്നെ പേട്ട പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചു. കാരണം IBയിലെ ഉദ്യോഗസ്ഥയാണ് എയർപോർട്ടിലെ. അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് തൂക്കിയിട്ടിരുന്നു. അവിടുത്തെ യൂണിഫോമിൽ തന്നെയാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്. അവർ തുടർച്ചയായിട്ട് പാളത്തിൽ കൂടെ നടന്ന് സംസാരിക്കുന്ന ലോക്കോ പൈലറ്റ് കണ്ടിരിക്കുന്നു. അത് വഴിമാറി പോകും അല്ലെങ്കിൽ മാറും എന്നാണ് പ്രതീക്ഷിച്ചത്. വന്ന അവരുടെ പെരുമാറ്റത്തിൽ അപ്പം തന്നെ വ്യത്യാസം വന്നു. ട്രെയിൻ അടുത്ത് വന്നപ്പം പാളത്തിലേക്ക് തല വെച്ച് കൊടുത്തു. പാളത്തിലെ തല വെച്ച് തല ചിന്ന ഭിന്നമായ മാത്രമല്ല, കയ്യിരുന്ന ആ മൊബൈൽ ഫോണും അതും ചിന്ന ഭിന്നമായി പോയി. ആരോടാണ് സംസാരിച്ചതെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം CDR എല്ലാം എടുത്തു കഴിയുമ്പം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവും. ഈ പെൺകുട്ടിയുടെ പിതാവ് മധുസൂദൻ്റെ സഹോദരൻ ബിജു എന്നയാൾ പറയുന്നത് അവര് IBയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനുമായി അടുപ്പത്തിലായിരുന്നെന്നും അവർ സ്നേഹത്തിലായിരുന്നെന്നും അടുത്ത ദിവസം ആ ബന്ധം മുറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് പിതാവിൻ്റെ മധുസൂദൻ്റെ സഹോദരൻ ബിജുവിന് ലഭിച്ച വിവരങ്ങൾ. ഈഞ്ചക്കൽ ജംഗ്ഷനിൽ, പേട്ടയ്ക്കടുത്ത് ഈഞ്ചക്കൽ ജംഗ്ഷനിൽ തന്നെയാണ് വാടകയ്ക്കെടുത്ത് മധുസൂദനും മകളും താമസിക്കുന്നത്. അമ്മ പാലക്കാട് കളക്ടറേറ്റിലാണ് ജോലി. അവർ രാവിലെ വിവരം അറിഞ്ഞു. കളക്ടറേറ്റിൽ നിഷ എന്ന് പറഞ്ഞ ആ ജീവനക്കാരിയുടെ അല്ലെങ്കിൽ ഭർത്താവ് മധുസൂദൻ്റെയും ഏക മകളാണ്. പെൺകുട്ടി ഫോറൻസിക് സയൻസ് ആണ് പഠിച്ചത്. ജോലി കിട്ടാതിരുന്ന എന്തായാലും IB തന്നെ ഒരു ജോലി ലഭിച്ചു. തിരുവനന്തപുരം എയർപോർട്ടിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 23-24 വയസ്സുള്ള കുട്ടിയാണ്. പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഡെസ്പറേറ്റ് ആയതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു പ്രേമബന്ധം മുറിഞ്ഞു കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോയത് എന്ന് പറയുന്നുണ്ട്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് നേരെ ആ വഴി തന്നെ ഈ ആത്മഹത്യ സ്ഥലത്തേക്ക് വന്നു എന്ന് കരുതുന്നു. നമ്മൾ പേട്ടയിലെ ഈ സ്ഥലത്ത് വെച്ചും പരിസരത്ത് വെച്ച് പണ്ടൊരു കുട്ടിയെ, ഒരു പെങ്കുച്ചിനെ കാണാൻ പോയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പാളത്തിൻ്റെ ഇരുവശവും അല്പം വിജനമാണ്. എന്തായാലും വെളുപ്പിനെയുള്ള ഈ ആത്മഹത്യയെ തുടർന്ന് പിന്നാലെ വന്ന ട്രെയിന് അവിടെ പിടിച്ചിടുകയുണ്ടായി. അരമണിക്കൂറോളം പിന്നാലെ വന്ന പൂന കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ അവിടെ പിടിച്ചിട്ട് ഡെഡ് ബോഡി മാറ്റിയ ശേഷമാണ് ആ ട്രെയിൻ യാത്ര തുടർന്നത്. 1 വർഷം മുമ്പാണ് മേഘ IBയിലെ ജോലി കിട്ടിയത്. കാരണം ഇപ്പം ജോലി കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഏക മകളാണ്. എങ്കിലും മാതാപിതാക്കൾക്ക് സന്തോഷമായി. പെൺകുട്ടിയുടെ ജോലി സൗകര്യം ഉദ്ദേശിച്ച് എയർപോർട്ടിനടുത്ത് ഈഞ്ചക്കൽ വീട് വാടകയ്ക്കെടുത്ത് മാതാപിതാക്കൾ താമസമാണ്. അമ്മ ഇപ്പോഴും സർക്കാർ ജോലി തുടരുന്നു പാലക്കാട് കളക്ടറേറ്റിൽ. സൈബർ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഈ പെൺകുട്ടി ആരെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ആരുമായിട്ടായിരുന്നു പ്രേമം, IBയിലെ ഏത് ഉദ്യോഗസ്ഥനുമായിട്ടായിരുന്നു ആ പെൺകുട്ടിക്ക് അഫെയർ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പം നമുക്ക് വെളിവാകും. പക്ഷേ പേട്ടയിൽ നമുക്കറിയാം
വളരെയധികം VIP ഉൾപ്പെടെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഈ പേട്ടയിൽ വന്ന് ആത്മഹത്യ ചെയ്യുന്ന ധാരാളം പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വളരെ VIP വരെ അവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കാരണം അതിനുള്ള സൗകര്യവും സന്ദർഭവും അവിടെ ഉണ്ട്. എല്ലാ ട്രെയിനും പേട്ട വഴി പാസ് ഓൺ ചെയ്തു പോകും. ഇമ്മീഡിയറ്റായിട്ട് പല സന്ദർഭത്തിലും ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തലവെക്കാനും ട്രെയിനിന് മുമ്പിൽ ചാടാനും ഒക്കെയുള്ള അവസരം ആരും കാണാതെ അതിൻ്റെ പരിസരത്തൂടെ നടന്ന് ചാടാൻ സാധിക്കും. ആ സ്ഥലം ഈ കുട്ടി കണ്ടുവെച്ചത് അല്ലെങ്കിൽ കുട്ടിക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. കാരണം ആ സ്ഥലത്തൂടെ നേരത്തെ പോവുകയോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. എൻ്റെ ബാച്ചിലെ ഒരു DYSP നേരത്തെ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സർവീസ് ഇരുന്നപ്പോഴാണ്. അന്നും ഞാനും അദ്ദേഹമൊക്കെ ഒരേ ബാച്ചിലാണ്. DYSPമാരായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വളരെ നല്ല ക്യാരക്ടറുള്ള, കൈക്കൂലി വാങ്ങാത്ത, ബോൾഡായ ഒരു പോലീസ് ഓഫീസറായിരുന്നു. എന്താ വിവാഹിതനാണ്, കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ആത്മഹത്യ ചെയ്തതെന്ന് ഇന്നും അജ്ഞാതമാണ്. അദ്ദേഹം ആരോടും അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഏതായാലും ഈ പെൺകുട്ടി കഴിഞ്ഞ മാസം അവരുടെ നാട്ടിലെ കാരക്കാക്കുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയിരുന്നു. കാരക്കാക്കുഴി പൂഴിക്കാട്ട് വീട്ടിലെ മധുസൂവിൻ്റെ മകളാണ്. അവരുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞ മാസം അവിടെ വലിയ ആഘോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പങ്കെടുക്കാൻ കുട്ടി പോയിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും ലോക്കോ പൈലറ്റിൻ്റെ മൊഴി അനുസരിച്ച് പെൺകുട്ടി ട്രെയിനെ ആ പാളത്തെ കൂടെ നടക്കുന്നതും ട്രെയിൻ അടുത്തെത്തിയപ്പം പാളത്തിലേക്ക് തല വെക്കുന്നതും അദ്ദേഹം കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴി കൊണ്ടാണ് ഇതൊരു സൂയിസൈഡ് ആണ് എന്ന് കണ്ടെത്തി. ആക്സിഡൻ്റ് ഡെത്ത് അല്ല. ആ കുട്ടി ആ വഴി നടക്കേണ്ട ഒരു ആവശ്യവും അവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും മേഘയുടെ മരണത്തെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം ഇനി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകും. IBയിലെ ഏത് ഉദ്യോഗസ്ഥനാണ് ഇവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത്, അത് ഈ കുട്ടി കരുതുന്ന പോലെ ഒരു പ്രേമത്തിലായിരുന്നു എന്ന് നമുക്കറിയില്ല. കാരണം ജോലി കിട്ടിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ അവിടെ. പെൺകുട്ടിക്ക് വളരെ പ്രായം കുറവാണ്. എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായ ഒരു വിഷാദം അല്ലെ കഠിനമായ ഒരു നിരാശ ആ കുട്ടിക്കുണ്ടായത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ജോലി ലഭിക്കുകയും ഈ ചെറുപ്രായത്തിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു, ജോലിക്ക് പോവുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ സന്തോഷിച്ചിട്ടുണ്ട്. അവർ ഈഞ്ചക്കിൽ തന്നെ ഒരു വീടെടുത്ത് കുട്ടിയുടെ സൗകര്യാർത്ഥം, ജോലിക്ക് പോകാനുള്ള, എയർപോർട്ടിൽ പോകാനുള്ള സൗകര്യാർത്ഥം അവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. പത്തനംതിട്ടക്കാരിയായ മേഘയ്ക്ക് ഈ IBയിലെ ഒരു ഉദ്യോഗസ്ഥമായിട്ട് അടുപ്പം മാത്രമല്ല, അതൊരു വിവാഹാലോചന വരെ എത്തി. പക്ഷേ മലപ്പുറം ജില്ലക്കാരനായ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള വിവാഹബന്ധം വീട്ടുകാർ സമ്മതിച്ചില്ല. അതിനോട് എതിർപ്പായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ആ വിവാഹാലോചന വന്നപ്പം തന്നെ വീട്ടുകാരെതിർത്തെങ്കിലും പെൺകുട്ടി ആ ബന്ധം തുടർന്നു. അതിനുശേഷം വീട്ടുകാർക്ക് മനസ്സിലായി അവളും വളരെയധികം മറ്റവനുമായിട്ട് അടുത്ത് നിൽക്കുന്നു, അതുകൊണ്ട് ആ വിവാഹത്തിൽ നിന്ന് അവൾ മാറത്തില്ല. അതായത് അവസാനം വീട്ടുകാർ ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. പക്ഷേ ആ പെൺകുട്ടി വീട്ടുകാർ എതിർത്തെങ്കിലും പെൺകുട്ടി ഇവനുമായിട്ടുള്ള അഫെയർ തുടർന്നെങ്കിലും ഇപ്പോഴേ അത് സീരിയസ് ആയപ്പം അയാൾക്ക് ആ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു, അയാൾ കാലുവാരി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നും കരുതുന്നു. മാത്രമല്ല പെൺകുട്ടി ഈ വിളിച്ചുകൊണ്ടിരുന്ന ആരെയാണോ, അത് ഇയാളെ തന്നെ ആണോ അതോ വേറെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആണോ, അവരോട് പറഞ്ഞോ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്ന്. അങ്ങനെയുള്ളൊക്കെ വിവരങ്ങളെല്ലാം ഇപ്പം പുറത്തേക്ക് വരാനുണ്ട്. ഏതായാലും കോൾ ഡീറ്റെയിൽസിൻ്റെ വിവരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ആരോടാണ് ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സംസാരിച്ച്, അയാളോട് തന്നെയാണോ സംസാരിച്ച്, അത് നമുക്ക് വ്യക്തതയില്ല. അതോ ഈ വിവാഹത്തെ കാര്യത്തെപ്പറ്റി തന്നെയാണോ സംസാരിച്ചത്, അത് ആരാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അടുപ്പമുള്ള ആരോടെങ്കിലും ആയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ധാരാളം പുറത്തു വരാനുണ്ട്. എങ്കിലും ആ ആത്മഹത്യ അത് ആ പെൺകുട്ടി എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് തന്നെയാണ്. കാരണം ഫോറൻസിക് സയൻസൊക്കെ പഠിച്ചു, നല്ല വിദ്യാഭ്യാസം ലഭിച്ചു, ചിന്തിക്കാൻ കഴിവുള്ള പെൺകുട്ടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെയുള്ള IBയിലും മറ്റുള്ളവരുമൊക്കെ ഇതുപോലുള്ള ജീവിത പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കഴിവുള്ളവരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടി എന്തുകൊണ്ട് അങ്ങനൊരു തീരുമാനം എടുത്ത് ആ ആത്മഹത്യയിലേക്ക് പോയി, ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണ്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അയാൾ എന്തുകൊണ്ടാണ് പിന്മാറിയത് എന്നുള്ള കാര്യവും വസ്തുതകളൊക്കെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് വിലയിരുത്താൻ കഴിയുള്ളൂ.